എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഗോമതി ഹാളിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ധർമ്മനും ആനന്ദം അങ്ങോട്ട് വരുന്നത്. വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ ഇരിക്കണേ, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അമ്മ മുറിയിൽ പോയി കിടക്കാൻ ആനന്ദ് പറയാണ്. ഈ സമയത്ത് ആകാശും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വന്നു. ഈ സമയം ഗോമതി എങ്ങനെ പോയി കിടക്കാനടാ, എനിക്ക് ആരിന്റെ കാര്യം കൊടുത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാം. ഈ സമയം ധർമ്മം പറഞ്ഞു, അതെ ഏട്ടത്തി എന്തിനാ സങ്കടപ്പെടുന്നത്, അവനൊരു കുഴപ്പമില്ലെന്ന് പറയണേ. അവന് കുഴപ്പമില്ലേ? അവനൊരു കുഴപ്പമില്ല, അവനെ രാമേട്ടൻ്റെ അടുത്ത് നല്ല സുഖമായിട്ട് ഇരിപ്പണെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഗോമതിക്ക് ഒരു സന്തോഷം വന്നേ. എന്റെ ഭഗവാനെ നീ കാത്തു, ഇപ്പോഴെനിക്കൊരു സമാധാനം വന്നേ. എന്റെ മോൻ എങ്ങോട്ട് പോയെന്നറിയത്തില്ലാതെ ആകെപ്പാട് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞു ഏട്ടത്തിയോട് പോയി കിടക്കാൻ പറഞ്ഞു. ഏട്ടത്തി പോയി കിടക്കാൻ പറയാണ്. പിന്നീട് ആകാശനോട് പറഞ്ഞു, എടാ നീ മുറി പോയി കിടന്നോ, ഞാനും ആനന്ദും കൂടെ മോൾ ടെറസിലെങ്ങാനും പോയി കിടന്നോളാന്ന് ധർമ്മം പറയാണ്. ഇത് കേട്ടപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകാശം നിൽക്കുക. പോണോ വേണ്ടയോന്ന് ഓർത്ത് പെട്ടെന്ന് അനുസരയുടെ അടുത്ത് ഗോമതി എന്നിട്ട് പറഞ്ഞു, അതെ നീ അവളെയും കൂട്ടിക്കൊണ്ട് നിന്റെ മുറിയിലേക്ക് പോകാൻ പറയാം, വാ ചേച്ചിന്നും പറഞ്ഞുകൊണ്ട് അനുസരി നേരെ മീനാക്ഷിയും കൂടെ മുറിയിലേക്ക് പോവാ. പിന്നീട് കാണിക്കുന്ന ടെറസിൽ പോയി ആനന്ദും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആനന്ദിനോടൊപ്പം തന്നെ ധർമ്മനും ഉണ്ടായിരുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ ടെറസിൽ പോയി കിടക്കണേ. എന്നാലും നമ്മുടെ വീട്ടിലെ കുടുംബാന്തരീക്ഷം മൊത്തം തകരുവാന്ന് തോന്നുന്നല്ലോ മാമ, ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞെന്ന് ആനന്ദിനോട് ധർമ്മം ചോദിക്കുക. അല്ല പിന്നെ ഇപ്പൊ തന്നെ അറിയാലോ, ആകാശിന്റെ കാര്യത്തിലാണെങ്കിലും എടാ ഒരു കണക്കിന് നല്ല കാര്യമല്ലേ, പക്ഷെ അങ്ങനെ പറയല്ലേ മാമ, ആരിന്റെ കാര്യം എടുത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. എടാ ആരിന്റെ കാര്യത്തിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. അവന് നല്ലൊരു ജീവിതം കിട്ടിയെന്ന് വെച്ചാൽ മതി. ഓർത്തു നോക്കിയേ, ഇവിടെ കിടന്നായിരുന്നെങ്കിൽ അവൻ ശ്വാസം മുട്ടി മരിച്ചു പോയനും. ഇന്നു മുതൽ അവൻ അടിമയല്ലല്ലോ, അവന്റെ സ്വാതന്ത്ര്യത്തിൽ അവന് ജീവിക്കാൻ മേലെ. അങ്ങനെയല്ല മാമ, അച്ഛന്റെ സ്വഭാവം അറിയത്തില്ലാത്തോണ്ട അച്ഛൻ പാവം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. പിന്നെ ആണോന്ന് എന്റെ പൊന്നടാ, നാളെ തൊട്ട് ഈ കുടുംബം ഒരു വേറെ ആയിരിക്കും. ഈ കുടുംബത്തിൽ ഇപ്പൊ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോവാന്ന് പറയാം. ഈ സമയം ആകാശം അങ്ങോട്ട് വരുന്നത്, എടാ നിനക്ക് ആ മുറിയിൽ പോയി കിടന്നാൽ പോരെ, നീ ഒരു കാര്യം ചെയ്യാം, നീ അവളെയും കൂടെ കൂട്ടി മുറിയിലേക്ക് പോകും. അതെങ്ങനെ ശരിയാവും? കാരണം മോളിൽ നിന്നുള്ള ഓർഡർ വന്നില്ലേ അനുസരിയുടെ മുറിയിലേക്ക് മീനാക്ഷിയോട് ചെല്ലാൻ പറഞ്ഞോണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇനി ആ മുറിയിൽ പോയി കിടക്കാൻ പറ്റുമോ? നിങ്ങൾ വാ, അവിടെ നമുക്ക് ആ മുറിയിൽ പോയി കിടക്കാന്ന് പറയാം. വേണ്ട വേണ്ട, ഞങ്ങൾ ഈ ടെറസേ കിടന്നോളാന്ന് പറയാം. അതെങ്ങനെ ശരിയാന്നേ? ഒരു കണക്കിന് നല്ല കാര്യം, എനിക്കിന്ന് മീനാക്ഷിയോടൊപ്പം സ്വസ്ഥതയോടെ സമാധാനത്തോടെ കഴിയാൻ പറ്റില്ലായിരുന്നു. അതെന്താടാ അങ്ങനെ പറഞ്ഞു? അറിയാലോ ആരിനില്ലാതെ ആര്യൻ അങ്ങനെ പോയിരിക്കുമ്പോ എനിക്ക് സമാധാനത്തോടെ മീനാക്ഷി അടുത്ത് ഇരിക്കാൻ പറ്റുമോ? ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകുന്നു പറയാം. എനിക്ക് നിങ്ങളോട് കിടന്നാലൊരു സമാധാനം കിട്ടത്തുള്ളൂ. എടാ എന്നാലും നിന്റെ ആദ്യരാത്രിയല്ലേ എന്ന്, അതൊന്നും കുഴപ്പമില്ല, നാളെ രാത്രികളുണ്ടല്ലോ, അതൊന്നും ഇത് പ്രശ്നമുള്ള കാര്യമല്ല. ആനന്ദ് പറഞ്ഞു, എന്നാ ബാ ഇവിടെ കയറി കിടക്കാൻ പറഞ്ഞുകൊണ്ട് പിടിച്ചു കിടത്തുവാണ്. ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് അച്യുതനും ആനന്ദനും എല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കിട്ടേണ്ട അടി തന്നെ കിട്ടിയിരിക്കുന്നത്. ഈ രാത്രിയിൽ ഇനി ബാലന് ഒരു പോളെ കണ്ണ് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ കുറെ രാത്രികൾ ഉറക്കളച്ചിരുന്നതല്ലേ, അപ്പൊ ആ വേദന എന്താന്ന് അവനും മനസ്സിലാക്കട്ടെ. ഈ സമയം ഗോമതി അമ്മ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ലേ മക്കളെ, ഒന്നുമല്ലേ നിന്റെ പെങ്ങടെ മോനല്ലേ, അവനൊരു ആപത്ത് വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് സന്തോഷിക്കുകയാണോ വേണ്ടേ? എന്റെ അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ? ദയവായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു അവസരം കൊണ്ട് തന്നിരിക്കുന്ന ഇത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഈ സമയം മിത്ര പറഞ്ഞു, അല്ല അച്ഛൻ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, എന്താ ഈ ശത്രുവിന്റെ ശത്രു മിത്രം അങ്ങനെ എങ്ങോട്ട് ചെല്ലില്ലേ? അത് ശരിയാ മോള് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ആ ആര്യനിപ്പം ബാലന്റെ ശത്രു അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാലനെതിരെ നമുക്ക് ആരിനെ തിരിച്ചുകൂടെന്ന് ചോദിക്കുക. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, നീ എന്തൊക്കെയാ മിത്ര പറയാൻ, കുറെ സമയമല്ലേ ബാലൻ എന്ന് പറയണേ, അത് നിന്റെ ആരാന്നറിയാവോ? നിന്റെ മാമനാന്ന് പറയും. ഓ മാമനെന്ന് തന്നേക്കുന്നു, എനിക്ക് അങ്ങനെ ഒരു മാമന്റെ ആവശ്യമില്ലാന്ന് പറയാം. അല്ല മിത്ര, നിന്റെ ഉദ്ദേശം നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് പെട്ടെന്ന് അച്യുതൻ ചോദിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ഒരു പക്ഷെ ആരിനെ ചാക്കിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ബാലിനെ തകർക്കാൻ പറ്റുമെന്ന് പറയാം. കൊള്ളാം, നല്ല ഐഡിയ എന്ന് പറയണേ. പെട്ടെന്ന് നന്ദിനി പറഞ്ഞു, അതെ അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, വെറുതെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് പോവണ്ട. അറിയാലോ ഗോമതിക്ക് ഒരു പ്രശ്നം വന്നെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ കുടുംബത്തെ തകർക്കാനല്ല ഇപ്പം നിൽക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ രാജേശ്വരി അതിന് സപ്പോർട്ട് ചെയ്യുവതെ. പക്ഷെ അനന്തന സമയത്ത് പറഞ്ഞതേ, പെണ്ണുങ്ങളുടേതായ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ മതി, ഇവിടെ ഭാരിച്ച ജോലികളൊക്കെ ചെയ്യാനായിട്ട് ആണുങ്ങളുണ്ട്. പറയുന്ന അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് ഇരുന്നാൽ മതി, കൂടുതൽ ഇങ്ങോട്ട് ചോദ്യത്തിനും ഉത്തരത്തിനൊന്നും വരണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം വല്ലാത്ത സങ്കടത്തിൽ ബാലൻ മുറിയിലിരിക്കുകയാണ്. ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആരിനെ ഇറക്കി വിട്ടതും പിന്നീട് മീനാക്ഷിയുടെ കൈ പിടിച്ച് ആകാശി കയറി വന്ന കാര്യങ്ങളൊക്കെയാണ് ബാലന്റെ മനസ്സിൽ കൂടെ പോകുന്നത്. ഈ സമയം ഗോമതി വന്നിട്ട് പറഞ്ഞു, ബാലേട്ടാ എല്ലാം ശരിയാകുമായിരിക്കില്ലേ? അതാ ശരിയാകും ഗോമതി, നീ വിഷമിക്കാതിരിക്കുക, നീ സങ്കടപ്പെടാതിരുന്നാ മതി. എന്നാലും ബാലേട്ട ഇത്രയും കാലമായിട്ട് നമ്മൾ ഇങ്ങനെയൊന്നും വേദനിച്ചിട്ടില്ലോ,
ആദ്യമായിട്ടല്ലേ ഇങ്ങനെ. ഇവിടെ എന്ത് സംഭവിച്ചെന്ന് നീ പറയുന്നേ? ഇവിടെ ഒന്നും സംഭവിച്ചില്ല. പഴയതെല്ലാം പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മൾ രണ്ടുപേരും ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് മുന്നോട്ട് ജീവിച്ചിരുന്നത്. അല്ലല്ലോ, ഓരോ സമയത്ത് ഓരോന്നൊക്കെ സംഭവിക്കും. അതിന് വേണ്ടി നീ ഇനി വിഷമിക്കണ്ട കേട്ടോ. എന്നാലും ബാലേട്ടന്റെ വിഷമം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എനിക്ക് എന്ത് വിഷമോ? എനിക്കൊരു വിഷമോ ഇല്ലാന്നേ. പക്ഷെ ഗോമതിക്കറിയാം ബാലൻ എത്രമാത്രം വേദനിക്കുന്നുണ്ട്, എത്രമാത്രം മക്കളെ സ്നേഹിച്ചിരുന്നു ഒക്കെ. ഈ സമയത്ത് മുറിയില് അനുസരയുടെ അടുത്തിരിക്കുമായിരുന്നു മീനാക്ഷി. അനുസര പറഞ്ഞു, ചേച്ചി സൂപ്പറാട്ടോ. അതെന്താ നമ്മൾ അങ്ങനെ പറഞ്ഞേ? അല്ല, ചേച്ചിക്ക് വിഷമം ഉണ്ടോന്ന് ചോദിക്കാം. വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. എന്നാലും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. അച്ഛൻ അങ്ങനെയെല്ലാം കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കാണെങ്കിൽ അച്ഛനോട് ദേഷ്യം തോന്നിയായിരുന്നു. അച്ഛനെ എതിർത്ത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അറിയാലോ ഈ വീട്ടിലത്തെ സിറ്റുവേഷൻ. ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അച്ഛനെ എല്ലാവർക്കും പേടിയാ. ആകെപ്പാടെ പേടിയില്ലാത്ത ഒരേ ഒരാള് ആര്യൻചേട്ടന് മാത്രം. അതുകൊണ്ടല്ലേ ആര്യേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. പക്ഷെ ബാക്കി എല്ലാവർക്കും നല്ല പേടിയാന്ന് പറയാം. എന്നാലും ചേച്ചിയുടെ ധൈര്യം, ആ ധൈര്യത്തെ സംഭവിച്ചു തന്നിരിക്കുന്നു പറയാം. സമയം മീനാക്ഷി പറഞ്ഞു, അങ്ങനെ നമ്മൾ ഓരോ സിറ്റുവേഷൻ നമുക്ക് ധൈര്യം സംഭരിക്കും. നമ്മുടെ അവസ്ഥയാണ് നമ്മളെ ഈ വിധം എത്തിക്കുന്നത്. അതിനകത്ത് ധൈര്യത്തിന്റെ കഥ അല്ലാന്ന് പറയാ. പിന്നീട് മനസ്സിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ ആകാശേട്ടൻ പാവം കേട്ടോ. ചേച്ചിക്ക് ചേരുന്ന ഏട്ടൻ തന്നെയാ. ഒരു പ്രശ്നവും ഇല്ല. പാവം ഏട്ടനാന്ന് പറയാണ്. ഈ സമയം ആകാശം ഇങ്ങനെ ഉറങ്ങാതെ കിടക്കും. ആകാശന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ധർമ്മം പറഞ്ഞു, എടാ നീ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കല്ലേ? നിന്റെ ആദ്യ രാത്രിയല്ലേ? നിനക്ക് അവളെ കാണാനൊക്കെ തോന്നില്ലേ? കാണാനൊക്കെ തോന്നുന്നുണ്ട്, കാണാൻ തോന്നുന്നുണ്ട്. കൊച്ചു കളർ എന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പുണ്ടില്ലേ? ആനന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നീ അവളെ വിളിച്ചോണ്ട് മുറിയിലേക്ക് പോ. അതെങ്ങനെ ശരിയോ? എടാ അനുശ്രീനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാ പോരെ? അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയാ. അന്ന് ഒരു കാര്യം ചെയ്യ, നിനക്ക് അവളെ ഒന്ന് കാണണമെന്നെങ്കിലും തോന്നില്ലേ? നീ ഒന്ന് പോയി കണ്ടിട്ട് വാ. എങ്ങനെ കാണുന്ന ധർമ്മമ്മമായി പറയണേ? എടാ ജനൽ വഴി പോയി അവളെ വിളിച്ച് സംസാരിക്കുക. അപ്പൊ അനുശ്രീയോ അവളോട് പറഞ്ഞത് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയാ. ശരി, ഞാൻ നോക്കട്ടെ എന്ന് പറയണേ. ഈ സമയം മുറിയിലായിരുന്ന അനുശ്രീ മീനാക്ഷിയോട് ചോദിച്ചു, അല്ല ചേച്ചിക്ക് വിശക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. വിശക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ വിശക്കുന്നുണ്ട്. അന്ന് ഞാൻ എന്തെങ്കിലും അടുക്കളയിൽ പോയി നോക്കാം, എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് അനുസരിച്ച് നേരെ അടുക്കളയിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്തൊരു കത്തിയൊക്കെ എടുക്കുവാണ്. ഈ സമയത്ത് പാത്തും പതുങ്ങി തലവഴി മുണ്ടിട്ടുകൊണ്ട് അങ്ങോട്ട് ഒരാൾ വന്നു. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ആകാശ്. അനുസരിയുടെ മുറിയുടെ അവിടെ ജനലിന്റെ അവിടെ വന്ന് നിൽക്കുക. ജനൽ തുറന്നു കിടക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ ശൂശു ഒന്ന് വിളിച്ചു. അപ്പൊ മീനാക്ഷി നോക്കിയപ്പോൾ എന്തോ ഒരു വിളി കേൾക്കുന്നു. ശൂശു ഒന്ന് നോക്കി, വല്ല പാമ്പാണെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മുറിയിലൊന്നുമില്ല. പിന്നീട് ജനലിന്റെ അവിടെ നിന്ന് മീനു ഇങ്ങോട്ട് നോക്കാൻ പറയാണ്. മീനാക്ഷി നോക്കിക്കഴിഞ്ഞപ്പോൾ ആകാശ് ഓടി വന്നു. എന്താ ആകാശേ? അത് എന്നോട് ക്ഷമിക്കൂ കേട്ടോ, അതിന്റെ അവസ്ഥ അറിയാലോ. അതൊന്നും കുഴപ്പമില്ല. ആകാശ് പോയി അവളോടൊപ്പം കിടന്നോ? അല്ല ഇപ്പൊ എന്താ വന്നേ ഇങ്ങോട്ട്? എനിക്ക് നിന്നെ കാണണം തോന്നി. എനിക്ക് നിന്റെ അടുത്തിരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ. നിനക്ക് അങ്ങനെ ഇല്ലേന്ന് ചോദിക്കുക. ഉണ്ടോന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അവസ്ഥ ഇതായി പോയില്ലേ. എന്നാ കുഴപ്പമില്ലല്ലേ. അനുശ്രീ എന്തി? അവൾ എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കാൻ പോയതാ. ശരി, അവൾ വരുന്നോടെ വരെ ഞാനിങ്ങനെ ജനലെ തൂങ്ങിക്കിടക്കാന്ന് പറയാ. അവർ രണ്ടും കണ്ണി നോക്കി നിൽക്കുവാണ്. ഈ സമയത്ത് അനുശ്രീ മുറിയിലേക്ക് വരുന്നത്. പെട്ടെന്ന് മീനാക്ഷി അങ്ങോട്ട് മാറി. എന്താ ചേച്ചി പുറത്തേക്ക് നോക്കി വെക്കുന്നേ? അല്ല, പുറത്തെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. ഈ രാത്രിയിലാണ് കാഴ്ചകൾ. അതിന് മൊത്തം ഇരുട്ടല്ലേന്ന് ചോദിക്കുക. ബാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആപ്പിളൊക്കെ അങ്ങോട്ട് കൊടുക്കുവാണ്. കത്തിയും കൊടുത്തു. പക്ഷെ കത്തി ഒന്നും എടുത്തില്ല. പെട്ടെന്ന് ആപ്പിൾ എടുത്ത് കറുമുറ തിന്നുവാണ് അങ്ങോട്ട്. വിശപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇടയ്ക്ക് തൊണ്ടയിൽ ഇങ്ങനെ കുരുങ്ങുന്ന പോലെ വിൽക്കുവാണ്. അയ്യോ വെള്ളം, ഞാൻ ഇച്ചിരി വെള്ളം എടുത്തായിരുന്നു. നമ്മൾ പെട്ടെന്ന് അനുസരിച്ച് വെള്ളം കൂടെ എടുത്ത് കൊടുക്കുവാണ്. അങ്ങനെ വെള്ളവും കുടിച്ച് വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഗോമതി വരുന്നത്. ഗോമതി ഈ കാഴ്ച കണ്ടു. ഓഹോ, അപ്പൊ നീയാ എല്ലാരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ നീ മൃഷ്ടാനം ഭോജനം നടത്തിക്കൊണ്ടിരിക്കുവല്ലേന്ന് ചോദിക്കുക. അല്ലമ്മേ, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഇവിടെ എല്ലാരും എത്രമാത്രം വേദനയിലാണെന്നറിയോ? അവൾക്ക് അതൊന്നും അറിയണ്ട. അവളുടെ വയറും വിശപ്പും അത് മാത്രം അവൾക്കുള്ളൂ. നാണം ഉണ്ടോട് നിൽക്കെന്ന് ചോദിക്കുക. അനുശ്രീ പറഞ്ഞു, വെറുതെ എന്തിനാ ഏട്ടത്തിനെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ അതൊക്കെ എടുത്തു കൊടുത്തേന്നു. ഓഹോ, നീയല്ലേ? ഇപ്പൊ ചേർത്തി എനിക്കും പകരം ഒറ്റ കൈയായല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ എന്ന് പറയണം. അമ്മ എന്തൊക്കെ വർത്താനം പറയുന്നേ? വിശക്കുമ്പോ ഒരു മനുഷ്യൻ ആഹാരം കഴിക്കുന്നത് കുറ്റമാണെന്ന് ചോദിക്കാം. കുറ്റമല്ലടി, കുറ്റം എന്റെ ബാലേന്റെ എല്ലാ കുറ്റങ്ങളും. എന്റെ മോനെ ഞങ്ങൾ സ്നേഹിച്ചതിന്റെ പേരിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിപത്ത് ഞങ്ങൾക്ക് വന്നു പെട്ടിരിക്കുന്നേ. മേലെ അത് ആവർച്ചക്കെല്ലാം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ കഥ അടച്ചു കഴിയുമ്പോ മീനാക്ഷി പെട്ടെന്ന് വീണ്ടും ആപ്പെടുത്ത് തിന്നുവാണ്. ഇത് കണ്ടപ്പോൾ അനുശ്രീ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അനുശ്രീ പറഞ്ഞു, അല്ല ചേച്ചിക്ക് വിഷമമൊന്നുമില്ല. ഞാനോർത്ത് അമ്മ അങ്ങനെ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ കരഞ്ഞോണ്ട് ചേച്ചി ഇവിടെ ഇരിക്കുമെന്ന്. എന്റെ മോളെ, ഇതൊക്കെ ഇനിയും നടക്കാനുള്ള കാര്യങ്ങളാ. നാളെ അമ്മ എന്നെ ചീത്ത പറയും. അപ്പൊ അമ്മയുടെ മുന്നിൽ പിടിച്ചു വയ്ക്കാനുള്ള ആരോഗ്യം എനിക്ക് വേണ്ടേ? ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചാലേ നാളെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ. അല്ല ഞാൻ തളർന്നു പോയില്ലേ? അമ്മയ്ക്ക് എന്നെ വന്ന് വഴക്ക് പറയാനുള്ള അല്ലേന്ന് ചോദിക്കുക. അനുശ്രീക്ക് ഇത് കേട്ടപ്പോൾ ചിരിയാ വന്നേ. എന്നാലും കൊള്ളാം ചേച്ചി, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാ. ചേച്ചിനെ ഇപ്പൊ ഒരാളായിരുന്നു ഈ വീട്ടിലേക്ക് വരേണ്ടിയിരുന്ന് പറയാ. ഈ സമയത്ത് ആകാശ് ടെൻഷനോട് കൂടി കട്ടൻ പതൊക്കെ മാറ്റി നോക്കുമ്പോ മീനാക്ഷി അവിടെ നിന്ന് കഴിക്കുന്ന കണ്ടു. ഈ സമയത്താണ് അനുശ്രീയെ കാഴ്ച കാണുന്നത്.
ഒരാൾ അങ്ങോട്ട് മാറുന്നത്. പെട്ടെന്ന് പറഞ്ഞു, അത് ചേച്ചി അവിടെ ആരോ ഉണ്ടെന്ന് പറയണേ. ഏയ് അത് മോൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറയാണ്. പിന്നീട് അനുസരിച്ച് വീണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ചേച്ചി അതേ ഒരാൾ പോന്നു, കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് കിടന്ന് നല്ലത് നിലവിളിക്കുക. ഈ ഒച്ചപ്പാടും വേളം ഗോമതിയും ബാലിനും എല്ലാവരും കേട്ടു. വീട്ടിലെല്ലാവരും ഉണർന്നു. കള്ളനെന്ന് പേര് കേട്ടപ്പോൾ പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, എടാ കള്ളൻ. ഇനിയിപ്പോൾ അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം ആകാശ തലവഴി മുണ്ടിട്ട് അതിനെ കൂടെ പമ്മി ഓടുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ലൈറ്റൊക്കെ തെളിച്ചുകൊണ്ട് ബാലൻ പുറത്തേക്ക് ഇറങ്ങി. ബാലൻ പുറത്തേക്ക് ഇറങ്ങിട്ട് പറഞ്ഞു, മോളെ നിനക്ക് തോന്നിയതായിരിക്കും. അല്ലച്ചാ ഞാൻ കള്ളനെ കണ്ടാന്ന് പറയണേ. ദേ വെറുതെ പറയില്ലെന്ന് പറയാണ്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, ഞാൻ കണ്ടില്ല, മോൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറയാ. അല്ല ചേച്ചി ഞാൻ കണ്ട കള്ളൻ ഓടിയെന്ന് പറയാണ്. ധർമ്മം വന്നിട്ട് പറഞ്ഞു, കള്ളനോ? എന്നാ ഒന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പോയി കിടന്നോ, കള്ളനുണ്ടെങ്കിൽ ഞങ്ങൾ പിടിക്കാന്ന് പറയാണ്. ഈ സമയം ബാലൻ ലൈറ്റ് അടിച്ചിങ്ങ് നോക്കുമ്പോൾ നേരെ ലൈറ്റും വെട്ടം വന്ന് വീഴുന്ന ആകാശിന്റെ തലയിലേക്ക്. ആകാശം അവിടെ പമ്മി ഇരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ. ഇനി ആകാശിനെ പിടികൂടിയോ എന്തൊക്കെ സംഭവിച്ചതെന്ന് അറിയണ്ടേ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരും കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.